ഹലോ ഗായ്സ്, വാട്സാപ്പ്. അപ്പോൾ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗായ്സ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നൊരു വെറൈറ്റി, ഇന്ന് സൺഡേ ആയിട്ട് ഞാനിന്ന് വിവേകൻ്റെ റൂമിലോട്ട് പോവുകയാണ്. വിവേകട്ട് അങ്ങോട്ട് വിളിച്ചു. പിന്നെ ഇന്ത്യൻ അസോസിയേഷനിൽ കുറച്ചൊരു പരിപാടിയും കൂടിയുണ്ട്. ഞാനത് അവിടെ ചെന്നിട്ട് ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം ഗായ്സ്. അപ്പോൾ നമുക്കിന്ന് നേരെ വിവേകേണ്ട ഫ്ലാറ്റിൽ പോവാം. അവിടെ നിന്ന് നേരെ ഇന്ത്യൻ അസോസിയേഷനിൽ പൊട്ടി പോവാം. പിന്നെ പോകുന്നതിന് മുന്നേ നമുക്ക് അവിടെ കുഞ്ഞിന് എന്തെങ്കിലും കഴിക്കാനും കൂടി വാങ്ങിച്ചുകൊണ്ട് പോവാം. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ പറയുകയും ചെയ്യും, അമ്മ ഇടയ്ക്കിടയ്ക്ക് എൻ്റെ വീഡിയോസൊക്കെ കാണും കേട്ടോ. അമ്മ പറയുകയും ചെയ്തു, എടാ കൊച്ചിനെയൊക്കെ കാണാൻ പോകുമ്പോൾ എനിക്ക് എന്തെങ്കിലും വാങ്ങിച്ചുകൊണ്ട് പൊക്കൂടെ എന്നൊക്കെ ചോദിക്കും. അപ്പം ഞാനത് അങ്ങനെയൊന്നും ചിന്തിക്കാറില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെയൊക്കെ മനസ്സ്, ഈ കുഞ്ഞു പിള്ളേരെയൊക്കെ മനസ്സൊക്കെ അറിയാൻ പറ്റും അമ്മമാർക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ലാസ്റ്റ് ചാൻസിൽ പോവാം. ലാസ്റ്റ് ആയാലും പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലെറ്റ്സ് ഗോ ഗായ്സ്. അങ്ങനെ നമ്മൾ ലാസ്റ്റ് ചാൻസ് ഗായ്സ്, നമുക്ക് ഇതെടുക്കണോ എന്ന് ഞാൻ ആലോചിക്കുന്നത്. മുന്നേ നമ്മൾ ഇതാണ് കുഞ്ഞിന് വാങ്ങിച്ചു കൊടുത്തത്. അപ്പോൾ നമുക്ക് ഇതെടുത്ത് ചോക്കോ പിസ്ത എടുത്തുകൊണ്ട് കൊടുക്കാം. നമ്മൾ മുന്നേ ചോക്ലേറ്റാണ് എടുത്തുകൊണ്ട് കൊടുത്താൽ നമുക്ക് ഇത്തവണ പിസ്ത എടുത്തുകൊണ്ട് കൊടുക്കാം കേട്ടോ ഗായ്സ്. എക്സ്പയറി ഡേറ്റൊക്കെ ഉണ്ട്. ഇത് 27-ാം തീയതി, 1-ാം തീയതി എക്സ്പയർ ആവും അടുത്ത മാസം. അപ്പം നമുക്ക് ഇത് ബില്ല് ചെയ്ത് നമുക്ക് നേരെ വിവേകൻ്റെ റൂമിൽ പോവാം. എന്നിട്ട് കുഞ്ഞിന് കൊടുക്കാം. ഓക്കെ. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് കേക്ക് വാങ്ങിച്ച് ഇതും കൊണ്ട് നേരെ വിവേകൻ്റെ റൂമിൽ പോകാം. വിവേകൻ്റെ ഫ്ലാറ്റിലെത്തി. എൻട്രൻസ് ഇതാണ് സുഹൃത്തിലെ. നമ്മളെ ഫ്ലാറ്റിലെത്തി. കൊച്ചിനുള്ള കേക്ക് ഇല്ലുണ്ട്, ഡ്രീം കേക്ക്. അതിൻ്റെ ആളാണ് കുഞ്ഞ്. അപ്പോൾ നമുക്ക് ഫ്ലാറ്റിൽ പോവാം. അങ്ങനെ സുഹൃത്തുക്കളെ, അങ്ങനെ 2 പേർക്കുള്ള കേക്ക് എടുത്ത് 2 പേരെയും ചെയ്ത് അടിപൊളിയായിരുന്നു. അങ്ങനെ സന്തോഷപൂർവ്വം നമ്മുടെ വേദിക്ക് കഴിച്ചു. ഇതാ നമ്മുടെ നക്ഷത്രയും കഴിച്ചു കഴിച്ചു. അങ്ങനെ ഞാൻ അവർക്ക് കേക്കെല്ലാം കൊടുത്ത് നമ്മൾ നേരെ നടന്ന് കഴിച്ച്. അങ്ങനെ നമ്മൾ വിവേകൻ്റെ റൂമിൽ വന്ന് കുഞ്ഞിന് കേക്കൊക്കെ കൊടുത്ത് കുഞ്ഞിതാ റെഡി ആയിട്ട്. അപ്പോൾ നമുക്ക് നേരെ ഇന്ത്യൻ അസോസിയേഷനിൽ പോകാം ഗൈസ് സുഹൃത്തുക്കളെ. അപ്പം നമ്മൾ ഇവിടെ നിന്ന് ഇറങ്ങി ഇനി ഇവിടെ നമുക്ക് അവിടെ എന്താ പരിപാടി എന്ന് നോക്കാം ഗൈസ്. അപ്പം നമുക്ക് നേരെ ലെറ്റ്സ് ഗോ. ഇനി നടക്കാൻ വയ്യ നമ്മളെ കൂടെ. അപ്പോൾ നമ്മൾ ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പം നമുക്ക് നേരെ ഇതിനകത്ത് പോകാം. അകത്ത് പോയിട്ട് എന്താ പരിപാടി എന്ന് നമുക്ക് നോക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, നമ്മളങ്ങനെ അകത്ത് വന്ന് ഓക്കെ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിഞ്ഞ ഇവിടെ ഇപ്പോൾ മുത്തപ്പൻ്റെ പരിപാടിയാണ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഇവിടെ വന്നത്. നോക്കി ഇവിടെ അങ്ങനെ വലിയൊരു പ്രോഗ്രാമാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ സെയിം തന്നെ ഇവിടെ അവർ ഇന്ത്യൻ അസോസിയേഷനിൽ ചെയ്യുന്നുണ്ട്. അവിടെ എങ്ങനെയാണോ അതേ കണക്ക് ഇവിടെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും അങ്ങോട്ട് കുറച്ച് അടുത്തോട്ട് പോയിട്ട് നോക്കാം. അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ കുറച്ച് മുന്നോട്ട് പോയിട്ട് ഞാൻ വിവേകനും നമ്മളെ ഇവിടെ നല്ല സൗണ്ടാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ചന്ദനമൊക്കെ ഇട്ട് എന്നിട്ട് നമ്മളങ്ങോട്ട് പോവുകയാണ്. കുറച്ച് മുന്നോട്ട് പോയിട്ട് നമുക്ക് നോക്കാം. നാട്ടിൽ എങ്ങനെയാണോ നമ്മൾ അവിടെ പോകുന്നത് അതേ കണക്കത്തെ അതേ ഫീലിൽ അവർ ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല രീതിയിലാണ് അവർ ചെയ്തിട്ടുണ്ട് ഗൈസ്. നമുക്കത് കാണുമ്പോൾ അത് മനസ്സിലാവും എത്രത്തോളം മൈ ഗോഡ്, വല്ലാത്തൊരു ഫീൽ ചെയ്യണം ഗൈസ്. നാട്ടിലൊരു അമ്പലത്തിൽ പോയൊരു ഫീൽ കിട്ടും. കാർത്തിക സൂര്യൊക്കെ പറഞ്ഞിട്ട് ഞാൻ വിചാരിച്ചു എത്രയും നാട്ടിലൊരുവണ്ണം മുത്തപ്പൻ്റെ അമ്പലത്തിൽ പോകണം. ഇവിടെയും അത്രയും നല്ലതായിട്ട് അവർ ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞാൽ ഭയങ്കര ഒരു ഒറിജിനാലിറ്റി ഫീലാണ്. ഓക്കെ നല്ല ഫോട്ടോ.
നമ്മൾ കണ്ട് തൊഴുത് സുഹൃത്തുക്കളെ. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് ചെല്ലാൻ പറ്റില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ക്യൂവിൽ വയ്ക്കുന്നുണ്ട്. അവരെയൊക്കെ കയറ്റി വിട്ടിട്ട് നമ്മളെ കയറ്റോള് എന്ന് പറഞ്ഞ് കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ഞാൻ അവിടെ പോയി. അത് പറ്റിയിട്ടില്ല. അപ്പോൾ നമുക്ക് നേരെ ഇവിടെ നിന്ന് ഞാൻ പുറത്തിറങ്ങിയിട്ട് ഡീറ്റെയിൽസ് ഞാൻ എന്തൊക്കെ പറഞ്ഞു തരാൻ കഴിച്ചു. അങ്ങനെ സുഹൃത്തുക്കളെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളെ നക്ഷത്രം എനിക്ക് കരച്ചിലായിരുന്നു കുഞ്ഞ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞിനോട് പുത്തപ്പം ഒന്നും പറഞ്ഞില്ല എന്ന് പറഞ്ഞ് അങ്ങനെ കരച്ചിലായിരുന്നു. അങ്ങനെ പിന്നെ നമ്മുടെ ചേച്ചി നമ്മളെ അനു ചേച്ചി കൊണ്ടുപോയി, പിന്നെ രണ്ടാമത് കൊണ്ടുപോയി കാണിച്ച്. എങ്കിലും ഇപ്പോഴും കരച്ചിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. ഓക്കെ ആയാ? ഹാപ്പി ആയാ? അപ്പം നമുക്ക് നേരെ ഇനിയിപ്പം ഫുഡ് കഴിക്കാൻ പോകും. അന്നദാനം കഴിക്കാൻ നമുക്ക് പോകും കേട്ടോ. നല്ലൊരു ഫീലായിരുന്നു അതിനകത്ത്. എൻ്റെ മോനെ ഒന്നും പറയാനില്ല. നാട്ടിൽ പോയിട്ട് വേണം എനിക്കൊന്ന് കണ്ണൂർ പോകാൻ, മുത്തപ്പനെ കാണാൻ. എന്തായാലും ഇവിടുത്തെ എന്ന് പറഞ്ഞാൽ വല്ലാത്ത എക്സ്പീരിയൻസ് ആയിരുന്നു. അതിനകത്ത് കയറുമ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു വൈബ്രേഷൻ. കഴിഞ്ഞ തവണ നമ്മൾ ആ പരിപാടിക്ക് വന്നു. ഇത് ഭയങ്കര ഒറിജിനാലിറ്റി ഫീല് നമുക്ക് തരും അല്ലേടാ? ഭയങ്കര ഒറിജിനാലിറ്റി ഫീലല്ലേ? ഹാപ്പി അല്ലേ നീ? ഇതൊക്കെ കഴിക്കാനുള്ളതല്ലേ കുഞ്ഞേ നീ? അപ്പോൾ നമുക്ക് നേരെ ഇനി ഇവിടുന്ന് അന്നദാനം കഴിക്കാൻ പോകാം. എന്ന് പറഞ്ഞ സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല എന്താ പറയുക ക്യൂവും തിരക്കുമാണ്. അപ്പോൾ നമുക്ക് നേരെ ഫുഡ് കഴിക്കാൻ പോകാം. ഹലോ, അത് നോക്ക്, അത് ഞാനെടുത്താ. എന്നിട്ട് അന്നദാനം കഴിക്കാൻ വേണ്ടി ക്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നീണ്ട നിരയില്ല. കണ്ടോ? ഇതൊന്നും അല്ല, ഇതിൻ്റെ അപ്പുറമുണ്ട് കഴിച്ച്, ഇതിൻ്റെ അപ്പുറമുണ്ട്. അപ്പോൾ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഇടയിൽ പൊരിഞ്ഞ വെയിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല സുഖമുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ക്യൂവിലൊക്കെ നിന്ന് അന്നദാനമൊക്കെ കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ വമ്പിച്ച് ക്യൂവിൽ നിന്ന് നമ്മളിങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ് ഗൈസ്. നമുക്ക് കുറച്ച് നേരം കഴിയുമ്പോൾ അന്നദാനം കിട്ടുന്നതാണ്. മക്കളെ ചൂടെന്ന് പറഞ്ഞാൽ അവർക്കൊരു ടാർപ്പുകളിയെങ്കിലും ഇടായിരുന്നു. അത് അവരോട് മിസ്റ്റേക്ക് ആയിപ്പോയി. ഈ ചൂട് സമയത്ത് മനുഷ്യനെ കൊല്ലുന്നു, നിന്ന് ചാവും. അന്നദാനം കഴിക്കുന്നത് നമ്മൾ കണ്ട് ഇങ്ങനെ ചുറ്റി ഓർണം. ഇനിയുണ്ട് കുറേ മോനെ. ഇപ്പോൾ കുറച്ച് തണൽ കിട്ടി. നമുക്ക് കുറച്ച് അടുത്ത് ഇവിടെ ഒരു മുത്തപ്പൻ്റെ ഫോട്ടോയൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടോ. പരിപാടി അവിടെ ഉണ്ടാവും. നമസ്കാരം. താങ്ക് യു. അപ്പം നമുക്ക് ചോറൊക്കെ വാങ്ങിച്ച് ഇനി ഇത് കഴിക്കാം. നാട്ടിലെ അന്നദാനം കഴിച്ച ഫീലുണ്ട് കഴിച്ചു. കഴിച്ചിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മൾ ഒരു ട്രിപ്പ് കഴിച്ചു. അതിന് ഇനി രണ്ടാമത്തെ ട്രിപ്പ് വാങ്ങാൻ പോകുന്നു കഴിച്ചു. എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു. അങ്ങനെ നമ്മൾ രണ്ടാമത് ചോറൊക്കെ വാങ്ങിച്ച് കഴിക്കാം. കുറച്ചേ കിട്ടിയുള്ളൂ. സാമ്പാർ വേറെ ഒന്നും കിട്ടിയില്ല. പക്ഷേ പായസം കിട്ടി. നമുക്ക് കുറച്ച് പായസം ടേസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോ. എൻ്റെ മോനെ മധുരം മീൻസ് ശർക്കരയാണ് കേട്ടോ. ശർക്കര നല്ല ശർക്കര ചേർത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതൊക്കെ വല്ലാത്തൊരു ഫീൽ തന്നെ മോനെ. ഇതൊക്കെ എക്സ്പീരിയൻസ് ചെയ്യണം നിങ്ങളിവിടെ വന്നിട്ട്, യു എയിൽ വന്നിട്ട്. ഒരു രക്ഷയില്ല. അപ്പോൾ ഞാൻ ഫിനിഷ് ചെയ്ത് ഞാൻ പുറത്തിറങ്ങട്ടെ. ഓക്കെ, കയ്യെ കഴിയും സുഹൃത്തുക്കളെ. അങ്ങനെ നമ്മൾ അന്നദാനമൊക്കെ കഴിച്ച് അവിടുന്ന് ഇറങ്ങി. അനുചേച്ചി ഇതാ ഇവിടെ ഇരുന്ന് ക്ഷീണം ഉണ്ടാച്ചി.
ഭയങ്കര ക്ഷീണല്ലേ, ടയർഡായി പോയല്ലേ? ചുമ്മേണ് കേട്ടോ. പക്ഷെ പാവമാണ് ചേച്ചി. എല്ലാവർക്കും സഹായം മാത്രമേ ചെയ്യുള്ളൂ. അവിടെ പാത്രമൊക്കെ ഇരുന്ന് എടുത്തുകൊണ്ട് പോയി വേസ്റ്റ് വീട്ടിലൊക്കെ കൊണ്ടുവരും. നന്മമരമാണ് പാവം. അപ്പോൾ ഗൈസ് നമ്മൾ ഇവിടുന്ന് അന്നദാനമൊക്കെ കഴിച്ച് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുത്തപ്പനെ കണ്ട് സംസാരിക്കാൻ പറ്റിയില്ല എങ്കിലും ഞാൻ പ്രാർത്ഥിച്ചു. പിന്നെ അങ്ങനെയുള്ളത്. പിന്നെ നമ്മളെന്തായാലും ഇനിയൊരു നാട്ടിൽ പോകുമ്പോൾ എന്തായാലും കണ്ണൂർ എന്തായാലും പോയി നമ്മൾ മുത്തപ്പനെ കാണും. ഇതിൻ്റെ ക്ഷീണം അവിടെ നമ്മൾ മാറ്റുന്നതാണ് ഗൈസ്. എല്ലാവരും ഉണ്ട്. നോക്കി നല്ല കാറ്റുണ്ട്. ആണ് സുഹൃത്തുക്കളെ, നമ്മൾ ഇന്ത്യൻ അസോസിയേഷനിൽ നിന്ന് ഇറങ്ങി തിരിച്ച് നേരെ റൂമിലോട്ടാണ്. അപ്പോൾ നമുക്ക് എന്തായാലും റൂമിലോട്ട് പോയിട്ട് ബാക്കി വിശേഷങ്ങൾ ഞാൻ എന്താണെന്ന് വെച്ചാൽ പറഞ്ഞുതരാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ബെല്ലൈക്കൻ. നമുക്ക് നെക്സ്റ്റ് വീഡിയോ. അപ്പോൾ ലെറ്റ്സ് ഗോ ഗൈസ്. അങ്ങനെ ഞാൻ റൂമിലെത്തി ഗൈസ്. റൂമിലെത്തി ഇന്നത്തെ നിങ്ങൾ വീഡിയോസൊക്കെ കാണുക. നല്ലൊരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു എക്സ്പീരിയൻസ്. എനിക്കൊരു നല്ലൊരു ഫീല് കിട്ടി ഗൈസ്. ഇവിടെ നെഗറ്റീവ് അടിച്ചിരിക്കുന്നേക്കാളും അവിടെ ഒന്ന് ജസ്റ്റ് ഒന്ന് പോയപ്പോൾ തന്നെ ഞാൻ ഫുള്ള് പോസിറ്റീവായി ഗൈസ്. പിള്ളേരെയും കണ്ട് എല്ലാവരും കണ്ട. എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാതിരിക്കാൻ മറക്കല്ലേ ഗായ്സ്. സബ്സ്ക്രൈബറൊന്നും ഇല്ല എനിക്ക്. നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ എനിക്ക് അടുത്തൊരു വീഡിയോ ഇടാനുള്ള എനർജിക്ക് വരുള്ളൂ. എന്തായാലും ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തിരിക്കുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സിനും ഐ ലവ് യു. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം. അതുവരെ ഗുഡ് ബൈ.